പാറേൻ്റെ ഉള്ളിൽ കൂടെ എക്സ്പീരിയൻസ് അല്ലേ ചെറിയൊരു ഇടം മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ 2-3 പേരുണ്ട്. ഹായ്, സൈത്തേട്ടൻ, വിനോദേട്ടൻ. ഹലോ, നമ്മളേ ഇന്ന് രാവിലെ വന്നിരിക്കുന്നത് രാമക്കൽമേട്ടിലാണ്. രാമക്കൽമേട്ടിൽ വന്നാൽ ഒരു 2 സംഭവമുണ്ട്. ഒന്ന്, രാമക്കൽമേട്ടിൽ കുറവൻകുറത്തിൻ്റെ സ്റ്റാച്യു ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്, ഒരു വ്യൂ പോയിന്റ്. പിന്നെ ഇവിടെ മെയിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഓഫ് റോഡാണ്. ഇവിടെ ഇഷ്ടംപോലെ ജീപ്പുകളുണ്ട്. 1800 റുപ്യാണ് ജീപ്പിന് 8 പേർക്ക്. നമ്മളിന്നൊരു അടിപൊളി ഓഫ് റോഡ് സർവീസിന് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ് ജീപ്പിൽ. ഇത് രാമക്കൽമേട്ടിലാണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു യാത്ര, എൻ്റെ അമ്മോ, സാഹസികത നിറഞ്ഞ, അപകടം നിറഞ്ഞ ഒരു യാത്രയാണിത്. ഈ യാത്രയിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. കൂടാതെ ആമപ്പാറയും രാമക്കൽമേടും കാണാനായിട്ടും കഴിഞ്ഞു. ഒരു 1.5 വൈബാണ്. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. നമ്മളെ ആ കാണുന്ന മലയുടെ മുകളിലോട്ടാണ് ട്രക്കിംഗ് ആയിട്ട് പോണത്. അതും ഓഫ് റോഡ് ജീപ്പിൽ. ഒരു 1.5 യാത്ര തുടങ്ങിക്കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ലൈക്ക് അടിച്ചോളൂ. നിങ്ങൾ രാമക്കൽമേട് വരികയാണെങ്കിൽ രാമക്കൽമേട് കുറവൻകുറത്തിൻ്റെ ഒക്കെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരുപാട് ജീപ്പുകളുണ്ട്. അവിടെ നിന്നാണ് ജീപ്പ് ഓഫ് റോഡ് സർവീസ് തുടങ്ങുന്നത്. 1800 രൂപയാണ് ഒരു ജീപ്പിന് നമുക്ക് വരുന്നത്. 8 പേർക്ക് വരെ യാത്ര ചെയ്യാം. ഈ യാത്ര ഒരു 1.5 അനുഭവമാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഈ യാത്രയിൽ നമ്മൾ ആമപ്പാറയും അതുപോലെ തന്നെ രാമക്കൽമേട്, ഒരു വലിയൊരു പാറയുടെ മുകളിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അവിടെ നമുക്ക് ശരിക്കുള്ള രാമക്കൽമേട് കാണാനായിട്ടും കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലൊരു 6-7 കിലോമീറ്റർ വരും. മൊത്തത്തിൽ അല്ല, ബൊലേറോ അല്ല, ഇൻവേർട്ടറാ. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുന്നത്. കുന്നും മലകളും പാറയുടെ മുകളിൽ കൂടെയൊക്കെ ഉള്ളൊരു യാത്രയാണ്. ഒരു കിടിലൻ യാത്ര, ജീവൻ പണയം വെച്ചുള്ളൊരു യാത്രയാണ്. അത് നിങ്ങൾക്കിത് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഊരയ്ക്കൊക്കെ വേദനയുള്ളവരോ അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞവരോ അങ്ങനെയുള്ളവരൊന്നുണ്ടെങ്കിൽ ഈ യാത്രയിൽ പങ്കെടുക്കരുത്. കാരണം വലിയ പ്രശ്നം ഉണ്ടാവും.
കാറ്റുണ്ടാവും നല്ല ചില സമയത്ത്. എപ്പോഴും നല്ല കാറ്റാണ്. നമ്മളിപ്പം ഇവിടെ കുറെ ഹോം സ്റ്റേകളുണ്ട്. ഇതിന് മുകളിലിപ്പം ഇവിടെ ഉണ്ട്. അല്ലാതെ ഇവിടെ ഒരു തിരുവനന്തപുരം ടീംസ് പിന്നെ ഇവിടെ പണിയുന്നുണ്ട്. ഹോം സ്റ്റേ ഹട്ടും എല്ലാം ഉണ്ട്. വമ്പൻ ടീമാണ്. വലിയ പരിപാടി. മഴക്കാലത്ത് ഉണ്ടാവില്ല. ഇവിടെ എല്ലാം മൊട്ടക്കുന്നുകളാണ്. അവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് കിടക്കാനോ അങ്ങനെ ഉരുൾപൊട്ടാനോ ഉള്ള സാധ്യതയില്ല. പിന്നെ പാറകളെ കൂടുതലേ. പാറകൾ എന്ന് പറഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്ത് മുകളിൽ ഒന്നും നിൽക്കുന്നില്ലല്ലോ. ഇതിപ്പോ ഏതൊരു ഹൈറ്റ് ആണെങ്കിലും ഇതിന്റെ മറുഭാഗം തമിഴ്നാടിന്റെ കുഴി അങ്ങോട്ട് അതിങ്ങനെ ഒരു ബണ്ട് പോലെ നിൽക്കുന്ന ഒരു മലപ്രദേശം ഇവിടെ മൊത്തം. വെള്ളം ഒന്നും വന്ന് സ്റ്റോർ ചെയ്തില്ല. ഇവിടെ 4 വീൽ ജീപ്പുകൾ മാത്രമാണ് പോവുക. അത് നമ്മുടെ സ്വന്തം വാഹനം പോകാൻ പറ്റില്ല. അതിനായിട്ട് സർവീസ് നടത്തുന്ന ഇവരുടെ വാഹനങ്ങൾ മാത്രമാണ്. നമുക്ക് ഇവിടുത്തെ എല്ലാ ഡീറ്റെയിലും ഇതിലെ ഡ്രൈവറിയായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. മൂപ്പർക്ക് നമ്മളോട് നല്ല സപ്പോർട്ടായിരുന്നു. നമ്മൾ തിരിച്ചു വരില്ലല്ലോ. നമ്മൾ ഇതിൽ തന്നെ തിരിച്ചിട്ടുണ്ട്. ആണോ? വേറെ വഴി ഉണ്ടായിരുന്നു. ആ വഴി പോയി. ആ ശരി. ഹലോ. ആ പോയി പൊക്കോണ്ടിരിക്കുക. ഭ്രമണം ഇവിടെ ഷൂട്ട് ചെയ്ത് ഇവിടെ അല്ലല്ലേ? അത് ഇതേപോലെ തന്നെ അല്ലേ? അത് റിസോർട്ടാണോ? അല്ലല്ല, അത് അവിടെ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഇറങ്ങി കാണുന്ന സ്ഥലമാണ്. അവിടെ പാസ് നിങ്ങൾ എടുക്കണം സ്വന്തമായിട്ട്. ഞാൻ അവിടെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടുക്കണ്ട. അത് കഴിഞ്ഞ് നമ്മൾ അവിടെയും പോകും. അത് റിസോർട്ടല്ല, അത് DTPCയുടെ കേരള സർക്കാരിന്റെ നമ്മൾ ചെല്ലുന്ന ടൂറിസത്തിന്റെ ആ ബുക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഓഫീസാണ്. എല്ലായിടത്തും അടി തന്നെയാണ്. പിടിക്കാൻ തരൂല്ല, പിടിക്കാൻ പറ്റില്ല, പിടിക്കാനില്ല, തൂങ്ങാൻ പറ്റൂല. നമ്മളെ 540 സാധനം അല്ലേ?
കാറ്റുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആ കുന്ന് കയറിയിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു ഓഫ് റോഡ് പരിപാടിയാണ്. രാമക്കൽമേട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറണം. 1500 റുപ്യാണ് വണ്ടിക്ക്. അടിപൊളി വൈബാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ആമപ്പാറ അവിടെയാണ് എത്തിയിരിക്കുന്നത്. 1500 റുപ്യ നമുക്കിവിടെ ജീപ്പിൻ്റെ കൂലി. ആമപ്പാറ ഇക്കോ പാർക്ക് അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ വലിയൊരു പാറയിൽ ആമേനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് ഒരു പാറയുടെ ഇടുക്കിൽ കൂടെ നമുക്ക് പോകാനൊക്കെ ഉണ്ട്. ആമ ഈ ആമപ്പാറയിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. 200 രൂപ. ട്രക്കിങ്ങിൻ്റെ വേറെ ഇതാണ് കേട്ടോ. ജിപ്പ് ട്രക്കിംഗ് ആണ്. അടിപൊളി വൈബാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഓഫ് റോഡ് ട്രക്കിങ്. ഇവിടെ ഒരു ഗുഹയുണ്ട്. അതിലോട്ട് കയറാൻ പോകട്ടോ. കണ്ടോ, ആമപ്പാറ ഗുഹ. ഇത് ഭയങ്കര ഇതാട്ടോ, ആമപ്പാറ ഗുഹ. അതിലോട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. മുകളിൽ കണ്ടോ, ഇതൊരു 1.5 വൈബാട്ടോ. അതിൽ പോണില്ലേ, അതിൽ പോലെ മാറി. ആ ഇതന്നെ വഴി. അങ്ങനെ ക്രോസ് ആയിട്ട് പോകാനേ. അധികം തടിയുള്ളവർക്കോ വയറുള്ളവർക്കൊന്നും ഇതിൽ പോകാൻ പറ്റില്ല. ഒരാൾക്ക് കഷ്ടി അങ്ങോട്ട് കടന്നു പോകാം, അത്രേ ഉള്ളൂ. അധികം തടിയുള്ളവർക്ക് പോകാൻ പറ്റില്ല. ഇത് നല്ല രസമായിട്ടുണ്ടോ, അടിപൊളി വൈബ്. ചെറിയൊരു അടിയുള്ളൂ, അതിൽ കൂടെ നമ്മൾ പോകണം. താജിക്ക് രക്ഷപ്പെട്ട്. ഇനി ഞാൻ പോയോട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യണം. ഞാൻ വന്ന സ്ഥലം കാണിച്ചു കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മൾ വന്നത്. ഒരാൾക്ക് കഷ്ടി കിടക്കാൻ പറ്റുന്നൊരിടയാണ്. എന്താ രക്ഷയില്ല, അടിപൊളി. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണ്ടോ ഇവിടുന്ന്? അടിപൊളി കേട്ടോ. ഒരാൾക്ക് കഷ്ടി നടന്നു വരാൻ പറ്റുന്ന ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ വന്നത്. അടിപൊളി വൈബാണ് ആമപ്പാറ ഗുഹ. ഒന്ന് ലൈക്ക് അടിച്ചോളൂ. എന്നിട്ട് ഇതിൽ കൂടെ ഒക്കെ നമ്മൾ നടക്കാം, നല്ല രസമുണ്ട്. നമ്മൾ ഇടയ്ക്കൽ ഗുഹയിൽ പോയാൽ എങ്ങനെയാണോ അതേപോലത്തെ, അതിനെക്കാട്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിലിറക്കാൻ. ബാക്കി നമുക്ക് കാണിച്ചു തരാം. നല്ല കിടിലം വൈബാണ്. വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇതിന് താഴെ ഇറങ്ങണം ചേട്ടാ. ഇരുന്നിരുന്ന് പോണം അല്ലേ?
ഒരു രക്ഷയില്ല. നമുക്ക് ഇരുന്ന് പോണം, ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. ഇവരെ പോകുമ്പോഴത്തേക്ക് പയ്യെ പോന്നെ തിരക്കൊടിയാ. ഹെവി റിസ്ക് ആണ്, ഹെവി റിസ്ക് ഉണ്ടല്ലേ. നമുക്കിവിടെ നോക്കി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കല്ലേ? ഞാൻ എന്റെ എടുക്കുന്ന നിങ്ങൾ എടുക്കാന്. ഇതാണ് നമ്മൾ കളി. നമുക്ക് ഒന്ന് പിന്നോട്ട് പോകാം. പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അജുവും സൈത്തേട്ടനും വിനോദേട്ടനും നടന്നു വരുന്ന കാണാം. നമ്മൾ വന്ന അതേ വഴി കൂടെ. ഞാൻ നിൽക്കുന്ന പൊസിഷന് കാരണം എല്ലാവരോടും അങ്ങനെ വരാം കേട്ടോ. ഇങ്ങനെ ചരിഞ്ഞ് വരും കേട്ടോ. ഞാൻ ശകലം മുന്നോട്ട് പോവാണേ. നിക്ക് നിങ്ങൾ ധൃതി വെക്കല്ലേ. പോരെ അവരോടുകൂടി വരാൻ പറ. ആരുമില്ല. നമുക്ക് കുത്തനെ വരും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 4 പേര് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മുഴുവനായിട്ട് സഞ്ചരിച്ചത്. താജുക പകുതി എത്തിയപ്പോൾ തിരിച്ചുപോയി. പിന്നെ ഞാനും വിനോദേട്ടനും അജുവും സൈത്തേട്ടനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈസിയായിരിക്കും അല്ലേ? നിങ്ങളപ്പോ ഇവിടെ എത്തി? നിങ്ങളൊക്കെ തന്നെ നേരത്തെ ഉള്ളിൽ കൂടെ അങ്ങ് പോക്കോ. അവിടെ പോയി ഇറങ്ങാം. ഇവിടെ നമ്മളെ വീഡിയോ എടുക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ തന്നെയാണ്. മൂപ്പര് നമ്മുടെ കൂടെ ഇവിടെ വരെ വന്നിരുന്നു. ഇനി മൂപ്പര് അപ്പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ഇനിയുള്ള സാഹസികത എന്ന് പറഞ്ഞാൽ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു പാറയുടെ അടുക്കിൽ കൂടിയുള്ള ഞങ്ങളുടെ യാത്ര. ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അതിലൊക്കെ ഭയങ്കര തട്ടാ. നല്ല അടിപൊളി സംഭവമാണ്. നമ്മളൊരു പാറേൻ്റെ മണ്ട തല മുട്ടിയിരിക്കുക. അവിടെ തല മുട്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. താഴെ നല്ല കുഴിയാണ്. നമ്മുടെ വേക്കിൽ ഇതാ കുറേ പേരുണ്ട്.
ചെറിയൊരിടം മാത്രം. നമ്മുടെ കൂടെ 2-3 പേരുണ്ട്. ഹായ്, സൈത്തേട്ടൻ, വിനോദേട്ടൻ, അച്ചു. ആ വന്നോണ്ടിരിക്കുക. അവസ്ഥ ഇഞ്ചി ഇപ്പൊ നമ്മളെ ഇറങ്ങിക്കൊണ്ട് പെൺകുട്ടികളുണ്ട് നോക്കി ജീവിക്കാൻ. അജോ അവിടെ ഒരു കുഴിയാണ് കേട്ടോ. ഇത് പിടി. ഞാനോ നടക്കണം കുറച്ചൊക്കെ എടാ ഇവിടുന്ന് എങ്ങനെ എടുക്കുക? അങ്ങനെ കിടന്നിട്ട് കിടന്നാൽ മതി. ഇതാണ് സംഭവം. ചെറിയൊരിടം മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ 2-3 പേരുണ്ട്. കാണിച്ചു തരാം. സൈത്തേട്ടൻ, വിനോദേട്ടൻ, അച്ചു. ആ വന്നോണ്ട്. പാറേൻ്റെ ഉള്ളിൽ കൂടെ നിരങ്ങി പുറത്തെത്തിയിരിക്കുകയാണ്. പാറേൻ്റെ ഉള്ളിൽ കൂടെ നിരങ്ങി പുറത്തെത്തിയിരിക്കുകയാണ്. വൈബ്. ഇതിൽ കൂടെയാണ് ഇപ്പൊ നമ്മള് വന്നത്. നമ്മുടെ അജു ആണ്. അജു അതിൽ കൂടെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വിനോദേട്ടൻ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ശരിക്കും നടക്കാൻ പറ്റില്ല, ഇരുന്ന് കിടന്ന്. അടുത്ത വിനോദം വന്നോണ്ടിരിക്കാട്ടാ. ആ വിനോടാ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട്. ഇനി പയ്യെ കാല് മുന്നോട്ട്. ആ അതെന്നെ സംഭവം. അടുത്ത സൈത്തേട്ടനാണ് പുറകെ വരുന്നത്. ആ അതന്നെ, ആമേനെ പോലെയാണ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയല്ലേ? ഒരു കിടിലൻ എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് ആമപ്പാറ എന്ന് പേര് വന്നത്. ആമേനെ പോലെ തുഴഞ്ഞു വന്നിട്ടുണ്ട്. കൂടിയപ്പോൾ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? സംഭവം പൊളിയാട്ടോ. ഇനി നമ്മൾ വാച്ച് ടവർ കയറാൻ പോവാണ്. അതിന് മുന്നേ ഞാൻ വേറെ കുറച്ച് കാഴ്ച. എന്താ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? നിങ്ങൾ വാച്ച് ടവർ കയറി. അവിടെ കാറ്റാടിപ്പാടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കോട നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് കാണാൻ വഴിയില്ല. കണ്ടോ? ഇനി ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട്, അതിലൊന്ന് കയറി വെക്കാം. ഇനി നമ്മൾ വ്യൂ പോയിന്റിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഗുഹയ്ക്കുള്ള പോക്ക്, ഗുഹേൻ്റെ ഉള്ളിൽ കൂടെയുള്ള പോക്ക് 1.5 വൈബായിരുന്നു കേട്ടോ. ഒന്ന് ലൈക്ക് അടിച്ചോളൂ, അതുപോലെ തന്നെ ഷെയർ ചെയ്തോളൂ. അപ്പം നമ്മൾ വ്യൂ പോയിന്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. നല്ല ഹൈറ്റിലാണ്. സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. നല്ല കാറ്റാണ്, നല്ല അടിപൊളി കാറ്റാണ്. ഞാൻ വേക്കിലുള്ള വൈബുണ്ട്, സൂപ്പറാ. നമ്മുടെ കൂടുതൽ ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. അതാണ് കാറ്റാടി പറഞ്ഞത്. ഇതിന് മുകളിൽ നിന്നുള്ളൊരു കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല കാറ്റുമാണ്. ഇവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും അടിപൊളി. നല്ല അടിപൊളി കാറ്റാട്ടോ. ഈ വ്യൂ പോയിന്റ് മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളും. കുറേ ഹട്ടുകളൊക്കെ
ഇതിലേക്കാണ് വണ്ടി പോവുക. ഇത് റോഡെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കൂടെയുള്ളവർക്ക് അതാ അതിന് മുകളിലുണ്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ട്രക്കിങ്ങിൻ്റെ വണ്ടികൾ വരുന്നുണ്ട്. ഇതിൽ കൂടെയൊക്കെയാണ് വണ്ടി പോകുക. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഞാൻ ഇതിലെ യാത്ര ചെയ്തപ്പം നമ്മുടെ ഭ്രമരം സിനിമ ഓർത്തുപോയി. അതിൽ മോഹൻലാൽ ഒരു വണ്ടി ഓടിച്ച് കയറ്റുന്ന ഒരു കല്ലിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുന്നൊരു സീനുണ്ട്. ശരിക്ക് അതേപോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് അത് ഷൂട്ട് ചെയ്ത് ഇവിടെ ആയിരിക്കുമെന്ന്. പക്ഷേ അത് ഷൂട്ട് ചെയ്ത് ഇവിടെയല്ല, അത് വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു. ആ ജീപ്പ് കണ്ടില്ലേ, അത് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു പോകുന്ന ജീപ്പുകളാണ്. ഒരുപാട് ജീപ്പുകൾ ഇങ്ങനത്തെ വന്നും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല തിരക്കായിരിക്കും ഇവിടെ എപ്പോഴും. മഴക്കാലത്ത് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഓഫ് റോഡ് സർവീസ്, അതായത് എക്സ്പ്ലോറിങ്, ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.